ചോദ്യനക്ഷത്രക്കാർക്ക് 2026 വർഷം പൊതുവെ എങ്ങനെയുണ്ടാകുമെന്ന് താഴെ വിവരിക്കുന്നു. പൊതുവായ വർഷഫലം 2026. ഈ വർഷം ചോദ്യനക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് കാണുന്നത്. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാമെങ്കിലും ഏപ്രിൽ മാസത്തിനു ശേഷം വ്യാഴമാറ്റം അനുകൂലമാകുന്നതോടെ ഭാഗ്യപരീക്ഷണങ്ങളിൽ വിജയിക്കാനും പുതിയ അവസരങ്ങൾ വന്നുചേരാനും സാധ്യതയുണ്ട്. ഭാഗ്യവും ധനയോഗം സാമ്പത്തികമായി ഈ വർഷം മികച്ചതാണ്. വിദേശത്തുനിന്നോ മുൻപ് മുടങ്ങിക്കിടന്നതോ ആയ പണം കൈവശം വന്നുചേരും. പുതിയ നിക്ഷേപങ്ങൾക്കും ഭൂമി വാങ്ങുന്നതിനും അനുകൂല സമയമാണ്. ഭാഗ്യം കർമ്മരംഗത്ത് അംഗീകാരവും സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാം. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ബിസിനസ് വിപുലീകരിക്കാൻ സാധിക്കും. ബാധദോഷപരിഹാരം. ചോദ്യനക്ഷത്രം രാഹുവിന്റെ നക്ഷത്രമായതുകൊണ്ടുതന്നെ രാഹുദോഷം ഒഴിവാക്കാൻ പ്രത്യേക ശ്രദ്ധ വേണം. മനസ്സിൽ അകാരണമായ ഭയമോ തടസ്സങ്ങളോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ സർപ്പദോഷ പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉചിതമാണ്. വീടിനടുത്ത് സർപ്പക്കാവുകളുണ്ടെങ്കിൽ അവിടെ തിരി തെളിക്കുന്നത് ഗുണം ചെയ്യും. വിവാഹകാര്യങ്ങളിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ ഈ വർഷം പകുതിയോടെ നീങ്ങും. വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനാൽ ജൂൺ മാസത്തിനു ശേഷം വിവാഹാലോചനകളിൽ തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങളിൽ ഉള്ളവർക്ക് വീട്ടുകാരുടെ സമ്മതം ലഭിക്കാനും ഈ സമയം സഹായിക്കും. ഇഷ്ടദൈവം ആൻഡ് ക്ഷേത്രദർശനം. ഇഷ്ടദൈവം ഹനുമാൻ സ്വാമി, നരസിംഹമൂർത്തി. സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങൾ: 1. ഹനുമാൻ ക്ഷേത്രം. ശനിയാഴ്ചകളിൽ ഹനുമാൻ സ്വാമിക്ക് വടമാലയോ വെറ്റിലമാലയോ സമർപ്പിക്കുന്നത് രാഹുദോഷം അകറ്റാൻ സഹായിക്കും. 2. മഹാവിഷ്ണു ക്ഷേത്രം. വ്യാഴാഴ്ചകളിൽ ദർശനം നടത്തുക. 3. ശിവക്ഷേത്രം. തിങ്കളാഴ്ചകളിൽ ജലധാര നടത്തുന്നത് മനഃശാന്തി നൽകും. ജപിക്കേണ്ട മന്ത്രങ്ങൾ: നിത്യവും ശുദ്ധി വരുത്തിയ ശേഷം താഴെ പറയുന്ന മന്ത്രങ്ങൾ ജപിക്കുന്നത് ഉത്തമമാണ്. 1. രാഹു ഗായത്രി. കൂടുതൽ ഓം നാഗധ്വജായ വിദ്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ രാഹുഃ പ്രചോദയാത്. 2. ഹനുമാൻ ചാലീസ. ദിവസവും ഒരു തവണയെങ്കിലും ചൊല്ലുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. 3. ശിവപഞ്ചാക്ഷരി. ഓം നമഃശിവായ 108 തവണ. പ്രത്യേകം ശ്രദ്ധിക്കാൻ: എല്ലാ കാര്യങ്ങളും ഈശ്വരചിന്തയോടെ ചെയ്യുക. രാഹുവിന്റെ ദോഷം മാറാൻ ശനിയാഴ്ചകളിൽ നീലവസ്ത്രങ്ങൾ ധരിക്കുന്നതും കറുത്ത എള്ള് ദാനം ചെയ്യുന്നതും നല്ലതാണ്. ഏതൊരു വലിയ കാര്യത്തിന് ഇറങ്ങുന്നതിനു മുൻപും കുടുംബപരമായി വിശ്വസിക്കുന്ന ക്ഷേത്രത്തിൽ ഒരു വഴിപാട് നടത്തുക. ചോദ്യനക്ഷത്രക്കാർക്ക് പൊതുവെ 2026 മികച്ച തൊഴിൽ സാധ്യതകളാണ് കാണുന്നത്. നക്ഷത്രനാഥൻ രാഹുവായതുകൊണ്ടുതന്നെ സാങ്കേതികവിദ്യ, ആശയവിനിമയം, വിദേശബന്ധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ വലിയ മുന്നേറ്റമുണ്ടാകും. ഈ വർഷത്തെ പ്രധാന തൊഴിൽ സാധ്യതകൾ താഴെ പറയുന്നവയാണ്. 1. പ്രധാന തൊഴിൽ മേഖലകൾ: സാങ്കേതിക മേഖല, ടെക് ആൻഡ് ക്രിയേറ്റീവ്, IT, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കണ്ടന്റ് ക്രിയേഷൻ, ഗ്രാഫിക് ഡിസൈനിംഗ് എന്നീ മേഖലകളിലുള്ളവർക്ക് മികച്ച വരുമാനവും പുതിയ അവസരങ്ങളും ലഭിക്കും. സ്വയം തൊഴിൽ, ബിസിനസ്. സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏപ്രിൽ മാസത്തിനു ശേഷം അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് കമ്മീഷൻ ഏജൻസികൾ, കൺസൾട്ടൻസി, ട്രേഡിംഗ് എന്നിവ ലാഭകരമാകും. വിദേശത്തൊഴിൽ. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. പുതിയ വിസ ലഭിക്കാനും യാത്രകൾ നടത്താനും സാധ്യതയുണ്ട്. 2. അനുകൂല മാറ്റങ്ങൾ. സ്ഥാനക്കയറ്റം. സർക്കാർ, സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അർഹമായ അംഗീകാരവും പ്രൊമോഷനും ലഭിക്കാൻ സാധ്യതയുണ്ട്. കലാപരമായ തൊഴിലുകൾ. സിനിമ, സംഗീതം, എഴുത്ത് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കും. 3. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ധൃതി പാടില്ല. ജോലിമാറ്റത്തിന് ശ്രമിക്കുന്നവർ എല്ലാ വശങ്ങളും ചിന്തിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുക. വർഷത്തിന്റെ ആദ്യ പാദത്തിൽ അല്പം സമ്മർദ്ദം അനുഭവപ്പെട്ടേക്കാം. സഹപ്രവർത്തകർ ജോലിസ്ഥലത്ത് അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് ശത്രുത ഒഴിവാക്കാൻ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക.